എല്ലാവർക്കും മാഡൻ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് വെച്ചാൽ ഹുണ്ടായിയുടെ ഷോറൂമിലാണ്. അപ്പം ഞാൻ ഒരു കാറ് ബുക്ക് ചെയ്ത് അപ്പം അവിടെ ഈ കാറ് നോക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തി ആ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് നമ്മളെ വണ്ടി i20 ആണ് അല്ലേ? നമ്മളെ വണ്ടി i20 ആണ്. അല്ലേ, DCT ഫുൾ ഓപ്ഷനാണ്. പിന്നെ എന്താ സൺപ്രൂഫ് ഉള്ളതാണ് ഗൈസ്. ഇപ്പോൾ ഇറങ്ങിയ നല്ല രസമുണ്ട്. ഞാൻ കയറി കണ്ടല്ലോ, നോക്കിയല്ലേ അമ്മ. ഈ ടോപ്പ് മോഡലാണ്. DCT ടർബോ എഞ്ചിനാണ്. സൺപ്രൂഫ് ഉള്ളതും കൂടിയാണ്. അപ്പോൾ ഇത് ഓക്കെ ഗൈസ്. കാറ് i20 ആണ് ഗൈസ്. ഞാൻ പറഞ്ഞ് അമ്മ ഇവിടെ ഉണ്ട്. i20 ആസ്ത DCT. യെസ്, i20 DCT ടോപ്പ് മോഡൽ ടർബോ എഞ്ചിനാണ് ഗൈസ്. ടർബോ എഞ്ചിനാണ്. ഇത് പെട്രോളാണോ ഡീസലാണോ? പെട്രോളാണ് ഗൈസ്. ബ്ലൂ ലിങ്ക് ഉണ്ട്. മൊബൈൽ വഴി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. AC ഓൺ ചെയ്യാം. മൊബൈൽ മറ്റേ അത് തന്നെ. മൊബൈൽ നമ്മൾ ചുമ്മാ വെച്ചാൽ മതി, ചാർജ് ആയിക്കോളും. കാണിക്കാം ഗൈസ് നമുക്കൊന്ന്. അപ്പം നിങ്ങൾ മൊത്തം ഇത് കണ്ടിട്ട് വരും. പിന്നെ അമ്മ, ഇത് എവിടെയാണ് സ്ഥലം? ഇത് മണ്ണന്തല പോത്തൻസ് ഹുണ്ടായി. യെസ്, അവിടെയാണ് ഗൈസ്. നമ്മൾ i20 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് ബുക്ക് ചെയ്യാൻ പ്ലാനുണ്ട്. ബുക്ക് ചെയ്യാൻ പോവുകയാണ് അല്ലേ? ചെയ്തു. ഓ, ബുക്ക് ചെയ്തില്ല. എപ്പോൾ ചെയ്തു? ഞാൻ കണ്ട് അറിയില്ല. ബുക്ക് ചെയ്ത് ഗൈസ്, ബുക്ക് ചെയ്തു. അപ്പം നമുക്ക് ഈ വണ്ടി കണ്ടില്ലേ i20 ഒന്നും കാണിച്ചു തരാം ഗൈസ്. പിന്നെ എൻ്റെ അകത്ത് കയറുകയാണെങ്കിൽ ഇവിടെ ഇല്ല അല്ലേ അമ്മ? ലോക്കിൻ്റെ മറ്റേ സംഭവം ഇല്ല. ഇവിടെ ഇല്ല ലോക്കിൻ്റെ. ഓക്കെ. പിന്നെ കണ്ടില്ലേ, ഇവിടെ നല്ലൊരു റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, ഒരു റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനത്തെയാണ് ടൈപ്പ്. ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഇവിടെ ചെറിയൊരു സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ബൂസ്റ്റിൻ്റെ ഇതാണ്. നല്ലൊരു ക്വാളിറ്റി ആണ്. പിന്നെന്താ, പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ വയ്ക്കാനുള്ളൊരു സ്ഥലവും കൂടി ഉണ്ട് ഗൈസ്. പഴയ i20 കാർഡ് പല മാറ്റങ്ങൾ വന്ന ഒരു പുതിയ i20 ആയി മാറിയിട്ടുണ്ട് ഗൈസ്. പിന്നെ AC-യുടെ ഇതിൽ നല്ലൊരു റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് പഴയ i20-നെക്കാട്ട് നന്നായിട്ടല്ല പഴയ i20-ക്കാട്ട് നല്ല മാറ്റം ഒരു സംഭവമാണ്. പിന്നെ നല്ലൊരു സ്ക്രീനാണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ലൊരു വലിയൊരു സ്ക്രീനാണ്. പിന്നെന്താ, ഇവിടെയും അതേ സെയിം റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ ഇങ്ങനെ കൊടുത്തപ്പോൾ നല്ല രസം. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു ഇവിടെയും കണ്ടില്ലേ, ഇവിടെ ഒരു AC ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. മൊത്തം ഇങ്ങനെ AC ആണെന്ന് ചിലവർ വിചാരിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും വിചാരിക്കും. ഇവിടെ അതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടച്ചാണ്. അല്ലാതെ എന്താ,
പിന്നെ AC ഓൺ ചെയ്യാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. താഴെ കാലിൻ്റെ അടിയിൽ അങ്ങനെ ഓഫ് ആട്ടോ പിന്നെ അങ്ങനെ എന്തെല്ലാം ഉണ്ട്. പിന്നെന്താ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. AC ഫാൻ്റെ ഇത് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെ. പിന്നെ ടെമ്പറേച്ചർ നമുക്ക് ചൂട് വേണം ചൂട്, അല്ലാണ്ട് തണുപ്പാണ് തണുപ്പ് അങ്ങനെ ഇടാനും കൂടിയാണ്. പിന്നെ ഗൈസ് ഇത് ഓട്ടോമാറ്റിക്കാണ് കണ്ടില്ലേ. എന്താണെന്തോ എനിക്ക് മനസ്സിലായിട്ടില്ല. നോക്കാം. പിന്നെ USB കൊടുത്തിട്ടുണ്ട് ഇവിടെ, പെൻഡ്രൈവ് കൊടുക്കാൻ. ഇത് ചാർജിങ് കേബിളാണ്. നമുക്ക് ചാർജ് മറ്റൊരു റൗണ്ട് സാധനമുണ്ട്, അത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം. അല്ലാതെ നമുക്ക് ഇവിടെ മൊബൈൽ വയ്ക്കുമ്പോൾ നമുക്ക് ഈ മൊബൈൽ ഇവിടെ വയ്ക്കുമ്പോൾ ഇവിടെ നമുക്കിത് ചാർജ് ആയിക്കോളും. പിന്നെ ഇവിടെ നല്ലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കളർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചാർജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് പോകണ്ട, റൗണ്ട് മറ്റേ ഇത് വേണ്ട, വയർ മാത്രം കൊടുത്താലും മതി. അങ്ങനത്തെ ടൈപ്പാണ്. ഇതിൻ്റെ കീ ഇതാണ്, കണ്ടില്ലേ. നല്ലൊരു മനോഹരമായ ഒരു കീ ആണ്. ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും. പിന്നെ ഡിക്കി ഹോൾഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫോണില്ല നമുക്ക് എവിടെയും ഇപ്പം നമുക്ക് എവിടെയും പോത്തീസിൽ എവിടെയും പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളെ വണ്ടി എവിടെ ഇട്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഹോണെന്ന് ചുമ്മാ അടിച്ചാൽ മാത്രം മതി. അപ്പം അത് നമുക്ക് എവിടെയാണെന്ന് മനസ്സിലാവും. അങ്ങനത്തെ ഒരു ടെക്നിക്കും കൂടിയാണ്. ഓട്ടോമാറ്റിക്കാണ് ഉണ്ടല്ലേ. പാർക്ക് 6 ന്യൂട്ടർ ഡ്രൈവ്. പിന്നെന്താ ഷിഫ്റ്റ് ലോക്കോ. ഗൈസ് ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഗിയർ അങ്ങ് ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പാണ്. കൊച്ചു പിള്ളേർക്കും അത് എടുത്ത് കളിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിന് എൻ്റെ ആവശ്യത്തിനാണ്. അങ്ങനെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇല്ലേ. പിന്നെന്താ കണ്ടില്ലേ. പിന്നെ ഹാൻഡ് ബ്രേക്ക് തന്നിട്ടുള്ളത് നല്ല മനോഹരമായിട്ടാണ്. കണ്ടില്ലേ. ഇവിടെ നമുക്ക് അറിയാനേ പറ്റില്ല, ഇവിടെ സ്റ്റീൽ ഇതെല്ലാം വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് അങ്ങ് പോവുക. പിന്നെ ഇതിന് കൂടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ USB നമ്മളെ എയർ പ്യൂരിഫൈവ് ആണ് ഗൈസ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, എയർ പ്യൂരിഫൈവ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ കണ്ടില്ലേ ഇത് നമുക്ക് വേണ്ടേ അങ്ങനെ ചെയ്യായിരുന്നു. ഇങ്ങനെ പറ്റും. നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് ഗൈസ്. പിന്നെന്താ ഇതിൻ്റെ ലൈഫ് കിറ്റ് ഉണ്ട് ഗൈസ്. ഇല്ലേ ഇതിൻ്റെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ്. പിന്നെന്താ എൻ്റെ ബുക്കുകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് എല്ലാ സൈഡിലും ലൈറ്റും ഉണ്ടെന്ന് തോന്നുന്നത്. ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തുണ്ട്, കണ്ടില്ലേ ഒരു വെളിച്ചം കണ്ടില്ലേ, അത് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ് വന്നിട്ടുണ്ട് ഗൈസ്, കണ്ടില്ലേ ലൈറ്റ് വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ നമുക്കത് ബാക്കെടുത്ത ലൈറ്റ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. ഇപ്പം നോക്കിയാൽ ഞാൻ ഇവിടെ ഓൺ ചെയ്താൽ ഇവിടെ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം ഓഫ് ആവും, അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ എന്താ ഇതാണ് സൺറൂഫ് മോനെ, അടിപൊളി. ഇത് സൺറൂഫാണ്, കണ്ടില്ലേ സൺറൂഫാണ്. അത് ഓൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. പിന്നെ എന്താ കണ്ണാടി സോറി എന്ന് നമുക്ക് ഇട്ട് വയ്ക്കാൻ ഉപയോഗപ്പെടും ഇത്. പിന്നെ ഗ്ലാസ് ഉണ്ടല്ലേ, ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഗ്ലാസ് അത് അപ്പുറത്തെ സൈഡും കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ കണ്ടില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സുഖമുണ്ട് ഗൈസ് കിട്ടാൻ. പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു പില്ലോ കിട്ടണമായിരിക്കും. പിന്നെ അടുത്ത് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലോട്ട് ബാക്കിലോട്ട് പോയിട്ട് ഡ്രൈവിംഗ് സീറ്റിലോട്ട് പോകാം ഗൈസ്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് കാല് വയ്ക്കാനും. പിന്നെ നമുക്ക് ഇവിടെയും അതേ സെയിം റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റേ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ്. പിന്നെ ഇത് മനസ്സിലായോ ഗൈസ്, ഇത് സീറ്റ് ബെൽറ്റ് നമുക്ക് ഇങ്ങോട്ട് കിടന്ന് അടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന് കൊടുക്കാൻ പറ്റിയൊരു ഇതാണ്. പിന്നെ സീറ്റിൽ നല്ല മനോഹരമായൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്, അതും റെഡ് ലൈനിലാണ്. നല്ല മനോഹരമായ ഒരു സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇവിടെ നല്ല സ്പേസും ഉണ്ട്, കണ്ടില്ലേ
ഇതിൽ ഇത്രയും സ്പേസ് ഉണ്ട്. ആർക്കും ചാടി ഇരിക്കാൻ പറ്റും ഗൈസ്, ഉണ്ടല്ലേ. പിന്നെ ഇവിടെ വന്നാൽ നമുക്കിവിടെ ഒരു ചാർജിങ് ഇതുണ്ട്. വെളിച്ചം കുറവാണ് ഗൈസ്, അതാണ് പ്രശ്നമാണ്. ഓക്കെ ഉണ്ടല്ലേ. ഇവിടെ ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അതല്ല, ഇവിടെ നമുക്ക് മൊബൈൽ വെക്കാനും പറ്റും, അങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ ഇവിടെ AC ഉണ്ട്, നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ മാത്രം ഓഫ് ബട്ടൺ ഇല്ല ഗൈസ്, അത് മാത്രം ഇല്ലെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് വരുന്നിട്ടുണ്ട്, ഉണ്ടല്ലേ. നമുക്കിത് ഇങ്ങനത്തെ ടൈപ്പാണ്. എന്നോട് തുറക്കാൻ പറ്റില്ല ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ വന്ന് അതിനെക്കാട്ടും നല്ല സ്പേസ് ഉണ്ട് ഗൈസ്. എന്നുവെച്ചാൽ ഡ്രൈവിംഗ് സീറ്റ് നന്നായിട്ട് ഫ്രണ്ടോട്ട് ഇട്ടിട്ടുണ്ട്, അതാണ് നല്ലൊരു സ്പേസ്. എനിക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ. നമുക്ക് കണ്ടില്ലേ ഗൈസ്, ഞാൻ രാജാവായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ അതേ സെയിം കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ബോസ്റ്റിൻ്റെയാണ്, ഇതിൻ്റെയാണ്. പിന്നെ ഞാൻ ബാക്കോട്ട് ഈ ഫ്രണ്ട് ഇതും കൂടി കാണിച്ചു തരാം. ഒരു വൈപ്പർ വന്നിട്ടുണ്ട്. പിന്നെ അല്ല ഹാസ്ത എന്ന് എഴുതിയിട്ടുമുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്, ഉണ്ടല്ലേ. ലൈറ്റ് കൊടുത്തിട്ട് ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ബാക്ക് ഇത്രയുണ്ട്. പിന്നെ ഇവിടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ, നമുക്കത് ഒരു ബ്ലാക്കിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പേരെന്താ, ഒരു ബ്ലാക്കിൽ ഒരു നല്ലൊരു രസമുണ്ട്. അപ്പോൾ ഒരു റെഡും ബ്ലാക്കും വാങ്ങുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ i20യുടെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്, i20 എന്ന്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ. പിന്നെന്താ, ഗൈസ് നമുക്ക് പിന്നെ വൈകു ടയറാണ് വരുന്നത്, ഉണ്ടല്ലേ. നല്ല രസമുള്ളൊരു വീൽ കപ്പും കൂടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, പിന്നെ ഇവിടെ നമുക്ക് ഡോർ തട്ടായിരിക്കും ഇവർ എക്സ്ട്രാ വെച്ചതാണ്. നമുക്ക് നമുക്ക് ഡോർ തുറക്കുമ്പോൾ ഇപ്പോൾ എവിടെ മതിലിടിച്ചാൽ ഒരു പേരും വരാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. പിന്നെ ഇത് സ്റ്റീൽ വേണം. ഇത് താഴെ റെഡ്, മേലെ ബ്ലാക്കും ആയിട്ടാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. മേളിൽ നല്ല ബ്ലാക്കാണ് വന്നിരിക്കുന്നത്, ഫുൾ ബ്ലാക്കാണ്. പിന്നെ നമുക്ക് അകത്ത് കയറിയ ഡ്രൈവിംഗ് സീറ്റ് നല്ല പൊക്കമുണ്ട്, ഇവിടുത്തെ കടും പൊക്കമുണ്ട്, കണ്ടില്ലേ. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ്. ഇവിടെ ഹുണ്ടായി എന്ന് പറഞ്ഞൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനും ഉള്ളൊരു ഫെസിലിറ്റി ഇതിലുണ്ട്. പിന്നെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു. സ്റ്റിയറിംഗ് കണ്ടില്ലേ, സ്റ്റിച്ച് ചെയ്താണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണും ഉണ്ട്. ഫോണ് ഇവിടെയാണ്, ചെറിയൊരു ഫോൺ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. പിന്നെ എന്താ, ഇവിടെ നല്ലൊരു ഇതുണ്ട്, നമുക്ക് ഇങ്ങനെ പിടിക്കാം, അങ്ങനെ എല്ലാം പിടിക്കാം. നല്ല രസമുണ്ട്. ഇതിൽ സോഫ്റ്റ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ സോഫ്റ്റ് അറിയാൻ പറ്റുള്ളൂ അത്ര. പിന്നെ ഓട്ടോമാറ്റിക്കാണ്, അതുകൊണ്ട് ആക്സിലേറ്ററും ബ്രേക്കും ഇല്ല. വെള്ളം വൈറ്റിലാണ്, സോറി ഗൈസ്, ഇത് സ്റ്റിക്കർ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്, അതാണ് ഞാൻ തോന്നുന്നത് നമുക്ക്. പിന്നെന്താ, ഇവിടെ സൗണ്ട് കൂട്ടാനാണ്, നമുക്ക് പാട്ടിട്ട് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും. ഇത് മാറ്റി വേറെ ഇടാം, ഇത് വേറെ ഇടാം, ബാക്കിടും. ഇത് നമുക്ക് ഇവിടെ സെറ്റിങ്സ് എന്തിനും അത് ബാക്ക് അടിച്ച് വിടാം. ഓക്കെ ആണോ ഓക്കെ, അങ്ങനത്തെ വന്നിട്ടുണ്ട്. പിന്നെന്താ, ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇല്ലേ, പിന്നെ ഇത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ ഒരു ക്യാമറയുണ്ട്, ആ ക്യാമറ നമുക്ക് നോക്കാം. പിന്നെ ടയർ സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടി അങ്ങനത്തെ ഓപ്ഷനാണ്. ഇത് ലൈറ്റിൻ്റെ എന്തോ കൊടുത്തിരിക്കുകയാണ്, ഇതെനിക്ക് മനസ്സിലായില്ല. ഇത് നമുക്ക് കീ അല്ല ഗൈസ്, സ്റ്റാർട്ടിങ് ബട്ടണാണ്. പിന്നെ ഇവിടെ ചെയ്യുമ്പോൾ ഒന്നൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇലക്ട്രിക് അല്ല, നമുക്ക് ഇതുണ്ട്, ഇപ്പം കാണിച്ചു തരാം.
അല്ലേ ഇപ്പം ഉണ്ടല്ലേ എനിക്ക് മേലോട്ട് അങ്ങനെ ഉണ്ടല്ലേ എനിക്കിപ്പോൾ ഉണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുമെന്ന് നോക്കണം. ഞാൻ ഇങ്ങോട്ടാക്കുമ്പോൾ ബാക്കോട്ട് പോവും, മേലോട്ടാക്കുമ്പോൾ അത് ഫ്രണ്ടോട്ടൊന്ന് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഉണ്ടല്ലേ ഇത് നമുക്ക് ഗ്ലാസ് കൺട്രോൾ ചെയ്യാൻ്റെയാണോ? അത് ഗ്ലാസിൻ്റെ ആണ്. ഇത് ഗ്ലാസ് മടക്കമുള്ളതാണ്. അത് കൊള്ളാലോ ഗൈസ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ പറ്റും. നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ കണ്ടോ ഞാൻ ഇപ്പം നിൽക്കാൻ ചേരാം കണ്ടില്ലേ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പുറത്തും അങ്ങനെ ആയിരിക്കും തന്നെ ഗൈസ് ഇല്ലേ, അവിടെ ഇങ്ങനെയാണ്. പിന്നെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഉണ്ട്. പിന്നെ നമുക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും അങ്ങനത്തെ ഇതാണ്. പിന്നെ ഗ്ലാസ് നമുക്ക് അൺലോക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ അവിടെ കണ്ടില്ലേ നല്ലൊരു മനോഹരമായ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതാണ്. കണ്ടില്ലേ ഇവിടെ അതുപോലെ തന്നെ റെഡ് ലൈൻ കൊടുത്തിട്ട് അവിടെ തന്നെ ഒരു ബ്ലൂ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലേ ഇത്രയും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാൻ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. പിന്നെന്താ പിന്നെ മൊത്തം റെഡാണ്. പിന്നെ ഏറ്റവും മേളിൽ മാത്രം ബ്ലാക്ക് വരും. അങ്ങനെയാണ് കണ്ടില്ലേ, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് ഗൈസ് കണ്ടില്ലേ. പിന്നെ അവിടെ ഇത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. പിന്നെ റെഡ്. പിന്നെ ഇവിടെ ഒരു ടെയിൽ ലാമ്പ് ഞാൻ കാണിച്ചായിരുന്നല്ലോ ഗൈസ്, ടെയിൽ ലാമ്പുണ്ട്. ഓക്കെ, പിന്നെ ഒരു വൈപ്പർ ഉണ്ടല്ലേ, നല്ല വൈപ്പറാണ്. പിന്നെ ഫ്രണ്ട് ഉണ്ടല്ലേ ഗൈസ്, നല്ല രസമുണ്ട്. മേലെ ബ്ലാക്കും താഴെ റെഡും ആണ് ഗൈസ് വന്നിരിക്കുന്നത്. വെച്ചാൽ നമുക്ക് തുറക്കുന്നതെന്ന് വെച്ചാൽ കീ ഇല്ല, ഒന്നുമില്ല ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം കണ്ടില്ലേ, അവിടെ നമുക്ക് കൈ ഇട്ടാൽ മാത്രം. ഓക്കെ, പിന്നെ നമുക്ക് വിട്ടാൽ വന്നില്ല, ഇതാണ് ആ ബട്ടൺ. പിന്നെ നമുക്ക് ഇവിടെ പിടിച്ച് അടയ്ക്കാനും ഇതുണ്ട്, അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കണ്ടില്ലേ കവർ കിട്ടും ഗൈസ്. ഇത് മഴ നനയാതിരിക്കാൻ വേണ്ടി കവറും കിട്ടും. പിന്നെ നമുക്ക് ഇതെന്താ നമുക്ക് ടയർ പഞ്ചറാകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു നമുക്ക് ടയർ ഉപയോഗിക്കുമ്പോൾ ഇത് വെച്ചാൽ മാത്രം മതി, അങ്ങനത്തെ ടൈപ്പ് ഇത്. പിന്നെ ഇത് ഓക്കെ എക്സ്ട്രാ ഒരു ടയർ വെച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ ടയർ പഞ്ചറാകുമ്പോൾ അങ്ങനത്തെ. പിന്നെ ടൂൾസും വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലേ. പിന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ ഇവിടെ നിന്ന് തുറക്കാൻ പറ്റുമല്ലോ ഗൈസ്. പിന്നെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഊരി വിടാൻ പറ്റും. ഇപ്പം എനിക്ക് പറ്റുന്നില്ല ഗൈസ്, വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ ഇല്ലേ, ഒരെണ്ണം ഇളക്കി വിട്ട് അത് പോവും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ബാക്കിലാണ്. പിന്നെ ഒരു ഫെസിലിറ്റി ഉണ്ട്, കുട്ടികളിന് കീ കാണാനില്ല ഗൈസ്. അങ്ങനെയൊന്നും പ്രശ്നമില്ല, ഓപ്പണായി ഉണ്ട്. ഇത് ഇങ്ങനത്തെ ടൈപ്പാണ്. നമുക്ക് അടയ്ക്കാൻ ഇങ്ങനെയാണ്, തുറക്കുന്നത് ഇങ്ങനെ. ഞാൻ തുറക്കണേയില്ല, ഇങ്ങനെയാണ് ഗൈസ്. എനിക്കിതും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.